ഓ, ഈ രാവിലെ നീ പറഞ്ഞില്ലേ ടൂറിന്റെ കാര്യം? ഞാനിന്ന് മുഴുവൻ അതിനെപ്പറ്റി ആലോചിക്കായിരുന്നു. അതിലെന്താ ഇത്ര ആലോചിക്കാൻ? അതല്ല, ഈ ടൂറ് പോകുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്കറിയാം, ആണുങ്ങൾക്ക് കള്ളു കുടിക്കാനുള്ളൊരു വഴി, അത്രേ ഉള്ളൂ. അതല്ല, അങ്ങനെ അല്ലാത്ത എന്നെ പോലെ ആളുകളുണ്ടല്ലോ. പക്ഷേ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് മുഴുവൻ കുടിയന്മാരായിരിക്കും. മോഹനേട്ട പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നത്. കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ഈ കുടിയന്മാരുടെ ഇടയിലേക്ക് പോകേണ്ട കാര്യം നമുക്കെന്താ? അങ്ങനെ അല്ല പിന്നെ ഞാൻ പറയട്ടെ. എനിക്കറിയാം മോഹനേട്ട പറയാൻ പോകുന്നത് എന്താന്ന്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് ഇങ്ങനെ ദൂർത്തടിച്ചാൽ നമുക്കൊരാവശ്യം വരുമ്പോ എന്ത് ചെയ്യുന്നല്ലേ? പക്ഷേ ഇതിപ്പോ അങ്ങനെ വലിയ പൈസ ഒന്നും ആവില്ല. നമ്മൾ രണ്ടുപേരും മാത്രം പോകുമ്പോഴാണ് അങ്ങനെ വലിയ പൈസ ആവുന്നത്. ഇതിപ്പോ ഒരു കുറച്ചുപേർ ചേർന്ന് പോവുകയാണെങ്കിൽ കുറച്ച് പൈസ ആവുള്ളൂ. അപ്പോഴും പ്രശ്നമാണ് മോഹനേട്ടാ. മോഹനേട്ടൻ വർഷത്തിൽ 12 മാസവും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ആഫീസിലെ ഓഫീസറല്ലേ? ഞങ്ങള് വക്കീലന്മാര് ടൂറ് പോകുന്ന പോലെ വില്ലേജ് ഓഫീസർ ടൂറ് പോയിട്ടുണ്ടെങ്കിൽ നാട് സ്തംഭിച്ചു പോവില്ലേ? പക്ഷേ അവധി ദിവസം നോക്കി പോയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ശനി ഞായർ തിങ്കൾ, അല്ലെങ്കിൽ ഒരു വെള്ളി ശനി ഞായർ, അങ്ങനെ ഒരു അവധി കിട്ടുകയാണെങ്കിലോ? അതൊരു നല്ല ഐഡിയ. പക്ഷെ ഈ 3 ദിവസം കൊണ്ട് നമ്മൾ എവിടെ പോയാൽ നമുക്ക് ഊട്ടി പോയാലോ? ഊട്ടിക്ക് എന്താ പ്രത്യേകത? അത് ഞാൻ പറയണം. അവിടെ ഭയങ്കര തണുപ്പല്ലേ? അതിനാണോ മോഹനേട്ട വെറുതെ ഈ കാശ് മുടക്കി ഊട്ടിക്ക് പോകുന്നത്? താലൂക്ക് ഓഫീസിന്റെ പുറകിലെ ത്രിവേണി ഹോട്ടലിൽ ഒരു AC റൂം എടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വീണ്ടും വീണ്ടും എന്റെ ബുൾസ എടുത്ത് എനിക്ക് തന്നെ ഓംലെറ്റ് അടിച്ചോണ്ടിരിക്കുക. രാവിലെ ഞാൻ പറഞ്ഞത് മുഴുവൻ വള്ളി പുള്ളി വിടാതെ ഇങ്ങോട്ടടിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? പക്ഷെ ടൂർ പോയാലേ പറ്റൂ, ഇല്ലെങ്കിൽ ആ താലൂക്ക് ഓഫീസർ പ്രശ്നമാക്കും. ഭാമേ, ഭാമേ, നീ കൊടൈക്കനാലിന് പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ല എന്നുള്ളത് നേരാ. പക്ഷെ അതെന്തുകൊണ്ടാ? കൊടൈക്കനാലിൽ ഒരു തടാകമുണ്ട് നീ പറഞ്ഞു. പക്ഷേ ഊട്ടിയിലെ തടാകം അതുപോലല്ല. കൊടൈക്കനാലിലെ തടാകത്തിന്റെ ഇരട്ടി വലിപ്പമുണ്ട്. അറബിക്കടലിൽ എത്ര വരുമോ? നമുക്ക് രണ്ടുപേർ കൂടി കടൽ തീരത്ത് പോയി കടലിലേക്ക് നോക്കി തിരകൾ എണ്ണാം. അതല്ലേ രസം? പക്ഷേ ഇനി പറയാൻ പോകുന്നത് ഊട്ടിയിലെ പ്രകൃതി ഭംഗിയെ പറ്റി ആയിരിക്കുമല്ലോ. കേരളത്തിന്റെ പകുതി ഭംഗിയുണ്ടോ ഊട്ടിക്ക്? കേരളത്തിലെ പച്ച തന്നെയാണല്ലോ ഊട്ടിയിലെയും പച്ച. ഭാമേ, നീ വാശി തീർക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോ ഒരു വലിയ ഗതികേട് നിൽക്കുക. നീ എന്റെ കൂടെ ഊട്ടിക്ക് വന്നേ പറ്റൂ. അറിയാം. താലൂക്ക് ഓഫീസർ നിങ്ങളെ എല്ലാവരെയും കൂട്ടി ഊട്ടിക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്നവരുടെ ലിസ്റ്റിൽ മോഹനേട്ടന്റെയും എന്റെയും പേരുണ്ട്. ഇനിയിപ്പോ ഞാൻ കൂടെ വരാതിരുന്നാൽ മോഹനേട്ടൻ കുഴപ്പത്തിലാവും. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ദൈവം എന്റെ കൂടെയാണ്. മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്നറിയാൻ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഫോണെടുത്തത് ശിശുപാലൻ ചേട്ടനാ. പുള്ളിക്കാരനാണ് ടൂറിന്റെ കാര്യം പറഞ്ഞത്. മോഹനേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. പക്ഷേ ഈ ഞാൻ, അതായത് സത്യഭാമ, സമ്മതിക്കില്ല. കാരണം ഇതുകൊണ്ടെങ്കിലും മോഹനേട്ടൻ പഠിക്കണം. സ്വന്തം ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അത് നടത്തി തരാതിരിക്കാൻ 1000 മുടന്ന ന്യായം പറഞ്ഞു മോഹനേട്ടൻ. എന്നിട്ട് ഇപ്പോഴോ അവനവനൊരാവശ്യം വന്നപ്പോൾ ഒരു നാണവുമില്ലാതെ വന്നു കെഞ്ചുന്നു. ഞാൻ വരൂല. അങ്ങനെ പറയല്ലേ ഭാമ. തകർത്തില്ലാതെ പണക്ക് എന്റെ കാര്യം പോക്കാം. ഞാൻ വരില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാൻ കാല് പിടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് കൊടൈക്കനാലിൽ പോണം. പക്ഷേ നമ്മൾ ഊട്ടിയിൽ പോകുന്നുണ്ടല്ലോ. ഊട്ടിയല്ലല്ലോ കൊടൈക്കനാൽ. അല്ലെ, ഈ ഊട്ടിയും അടുത്ത കൊല്ലം എന്നെ കൊടൈക്കനാലിൽ കൊണ്ടുപോകാമെങ്കിൽ ഈ കൊല്ലം ഞാൻ ഊട്ടിയിൽ വരാം.
അടുത്ത കൊല്ലം ഇനിയും ടൂറിന് പോകുന്ന വെച്ചാ ചെലവാണ്. അങ്ങനെയാണെങ്കിൽ ഇക്കൊല്ലവും പോകണ്ട, ചെലവല്ലേ? ശരി, അടുത്ത കൊല്ലം കൊടൈക്കനാലിൽ പോവാം. വാക്ക്? എന്താ ഒരു സംശയം? വാക്ക്. ഈ വാക്ക് മാറ്റിയാൽ എന്റെ സ്വഭാവം മാറും. ഇല്ല, വില്ലേജ് ഓഫീസർ മോഹനേഷൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അതെനിക്കറിഞ്ഞൂടെ? പോവല്ലേ? വിനോദയാത്രകൾ പരിഷ്കൃത സമൂഹത്തിൽ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരിൽ നിന്നും സകല കാര്യങ്ങളിലും വ്യത്യസ്തനായ മോഹനകൃഷ്ണന് സത്യഭാമയുടെ ആവശ്യം വകവച്ചു കൊടുക്കുക സാധ്യമല്ലല്ലോ. പക്ഷെ ഇത്തവണ വില്ലേജ് ഓഫീസറുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. രാവിലെ താൻ പറഞ്ഞത് വൈകിട്ടായപ്പോഴേക്കും വിഴുങ്ങേണ്ടി വന്നതിനാൽ പിന്നെ ഭാര്യയുടെ കാല് പിടിക്കുകയേ നിവൃത്തിയുള്ളൂ. പക്ഷേ ഒന്ന് തോറ്റുകൊടുത്തെന്ന് കരുതി മോഹനകൃഷ്ണൻ മര്യാദക്കാരനായി എന്നാരും സംശയിക്കരുത്. സംശയമുള്ളവർ വില്ലേജ് ഓഫീസറുടെ പുതിയ പരാക്രമണത്തിനായി നാളെ രാത്രി 9 മണിവരെ കാത്തിരുന്ന് കാര്യനിസ്സാരം കാണുക.